ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കേക്കാണ്. വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 250 ml കപ്പിന് 1 കപ്പ് മൈദമാവ് വേണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്. എല്ലാം കൂടെ 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. 3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാത്രത്തിൽ ഓയിൽ തടവി ബട്ടർ പേപ്പർ ഇട്ട് വയ്ക്കണം. മീഡിയം സൈസ് 4 മുട്ട വേണം. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിക്കണം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി കുറേശ്ശെയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്യാൻ നന്നായിട്ട് ഉണങ്ങിയ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും വെള്ള ഈർപ്പം ഒട്ടുമില്ലാത്തതായിരിക്കണം. കേക്കിനെടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതായിരിക്കരുത്. കേക്കിൽ ഒഴിക്കാനുള്ള പാല് കാച്ചിയ ശേഷം തണുപ്പിച്ചതായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതായിരിക്കരുത്. പഞ്ചസാര കുറേശ്ശെയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ മഞ്ഞ കളറെല്ലാം മാറി നല്ല ക്രീം കളറാവണം. നല്ല വെള്ള കളർ ആകുന്നത് വരെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മുട്ടയുടെ സ്മെല്ലും കേക്കിന് വരാതിരിക്കുള്ളൂ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണം. കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട. ഓയിൽ ഒഴിച്ച ശേഷം കൂടുതൽ ബീറ്റ് ചെയ്താൽ പൊങ്ങി വന്ന മുട്ട അങ്ങ് താഴ്ന്നു പോകും. കുറേശ്ശെ മാവിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. കട്ട കെട്ടാതെ പതുക്കെ മിക്സ് ചെയ്ത് എടുക്കണം. സ്പീഡിൽ മിക്സ് ചെയ്താൽ മുട്ട താന്നും പോകും. മാവ് കട്ട കെട്ടും. ബാറ്റർ കട്ടിയാകുമ്പോൾ കുറേശ്ശെ പാലൊഴിച്ച് ലൂസാക്കി എടുക്കണം. ഒരു സൈഡിലോട്ട് തന്നെ കറക്കി പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. പൊങ്ങി വന്ന മുട്ട താഴ്ന്നു പോകരുത്. പൊടിയും പാലും മാറി മാറി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എത്ര പതുക്കെ മിക്സ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. പൊടി മിക്സ് ചെയ്ത് തീരാറാകുമ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ അടുപ്പിൽ വെക്കണം. പൊടി മുഴുവനും ഇട്ട് പതുക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിക്കണം. മാവ് സൈഡിൽ നിന്ന് ഒഴിക്കണം. സെൻറ്ററിൽ മാത്രം ഒഴിക്കരുത്. നന്നായിട്ടൊന്ന് തട്ടി എയർ ബബിൾസ് എല്ലാം കളയണം. പൊടി മിക്സ് ചെയ്ത് തീരാറായപ്പോൾ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൂടായ പാത്രത്തിലോട്ട് ഇറക്കി വെക്കണം. അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ വെക്കണം. ഇനി 25 മിനിറ്റ് കഴിഞ്ഞിട്ടേ വെന്താന്ന് തുറന്ന് നോക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് വെന്താമെന്ന് നോക്കാം. കേക്ക് വെന്തിട്ടുണ്ട്. ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. ഫ്ലെയിമിൻ്റെ ചൂടനുസരിച്ചാണ് ബേക്ക് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നത്. ഈ പൈനാപ്പിളിൻ്റെ പകുതി വേണം. ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കണം. 1/2 കപ്പ് പഞ്ചസാര. 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പൈനാപ്പിൾ ക്രഷായിട്ടും ഷുഗർ സിറപ്പായിട്ടും എടുക്കാനുള്ളതാണ്. നന്നായിട്ട് തിളച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം എടുക്കണം. കേക്ക് തണുത്ത ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റാണ്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം വേണം. ക്രീം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റ് ആയി പോകരുത്. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് പൈനാപ്പിൾ പഞ്ചസാരയിട്ട് വേവിച്ചെടുത്ത വെള്ളമാണ്. ഷുഗർ സിറപ്പായിട്ട് എടുക്കുന്നത്. കുറച്ച് പൈനാപ്പിൾ എടുത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണ്.
ഇത് വേവിച്ചെടുത്ത പൈനാപ്പിളാണ്. പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.